നിൽക്കുന്നത് പുള്ളിലാണ്, തൃശ്ശൂരിലാണ്. പുള്ളിലുള്ള ഉണ്ണിച്ചേട്ടൻ്റെ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. നല്ല മൂവാണ്ടം മാവും ആ മൂവാണ്ടം മാവിലെ മൂവാണ്ടം മാങ്ങ, പൂളി, അതിനകത്ത് ഉപ്പും നല്ല മുളകും സമാസമം ചേർത്ത് രാവിലെ എനിക്ക് സ്വാതി തന്നു. താങ്ക് യു സ്വാതി, ഇറ്റ് വാസ് റിയലി ഡെലീഷ്യസ്. ഇഷ്ടമാണോ? മാങ്ങ കഴിക്കാറുണ്ടോ? മോള് കഴിക്കാറുണ്ടോ? മോളുടെ പേരെന്താ? ഇത് സ്വാതിയുടെ മകളാണ്. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? 3 സ്റ്റാൻഡേർഡ്. ഏത് സ്കൂളിലാ? തൊട്ടപ്പുറത്ത് സ്കൂള്. ഉണ്ണിച്ചേട്ടാ, തൊട്ട് മുമ്പ് റേഷൻ കട, അതിന് തൊട്ട് മുമ്പ് തൊട്ടടുത്ത് പോസ്റ്റ് ഓഫീസ്, അതിന് തൊട്ടപ്പുറത്ത് ആയുർവേദ ആശുപത്രി. വീട് കൊടുക്കുന്നു. ഇത്രയും സൗകര്യങ്ങളുള്ള ഒരു വീട് അല്ലേ? ഒന്ന് കാല് വെച്ചാൽ റേഷൻ കട വാങ്ങാം, അരി വാങ്ങാം. ഒന്ന് അപ്പുറത്ത് വെച്ചാൽ ഗൾഫിലുള്ള മോന് കത്തയക്കാം. അപ്പുറത്തേക്ക് പോയാൽ എന്തെങ്കിലും ചെറിയ വേദന ഉണ്ടെങ്കിൽ ആയുർവേദ ആശുപത്രിയിൽ പോകാം. മോളെ അപ്പുറത്ത് സ്കൂളിൽ പഠിക്കാം. സ്വയം പര്യാപ്തമായ ഒരു ഗ്രാമവും ഒരു വീടുമാണ് എന്നുള്ളതാണ്. ഇടയ്ക്ക് നല്ല മൂവാണ്ടം വാങ്ങും കഴിക്കാം അല്ലേ? സ്വസ്ഥതയുണ്ട് അല്ലേ? അപ്പോൾ ഞാൻ ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയാം, നമ്മൾ വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി എത്തിയതാണ്. ആർക്കു വേണ്ടി എന്ന് ചോദിക്കരുത്, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കൊടുക്കാം. പക്ഷേ വോട്ട് ചെയ്യാനായി പോകണം എന്നുള്ള ഒരു അഭ്യർത്ഥനയുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. 26-ാം തീയതി എന്ത് തിരക്കുണ്ടെങ്കിലും അത് മാറ്റിവെച്ച് പോകണം. പറ്റുമെങ്കിൽ ഗൾഫിലുള്ള ഭർത്താവിനെ തിരിച്ച് നാട്ടിൽ കൊണ്ടുവരണം. കാണാൻ ആഗ്രഹിക്കുന്നില്ലേ? എത്ര ദിവസമായി പോയിട്ട്? 2 മാസം. 2 മാസം ആയപ്പോൾ തന്നെ മിസ്സിംഗ് ആണ് അല്ലേ? എന്താ അദ്ദേഹത്തിന്റെ പേര്? ഉല്ലാസ്. അപ്പൊ ഉല്ലാസ് എവിടെയാ ഉള്ളത്? ഉല്ലാസ് യു എയിലാണ്. അപ്പോൾ യു എയിലുള്ള ഉല്ലാസ്, താങ്കളുടെ പ്രിയ പത്നി സ്വാതിയും മകൾ തന്മയും കാത്തിരിക്കുന്നു. ഈ ഏപ്രിൽ 26-ാം തീയതി വരൂ, വന്ന് നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തൂ. വോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾ രേഖപ്പെടുത്താം, പക്ഷേ വോട്ട് ശതമാനം നമ്മൾ വർദ്ധിപ്പിക്കുന്നു. അതാണ് നമ്മുടെ ഉദ്ദേശം, ഈ യാത്രയുടെ ഉദ്ദേശം. അപ്പോൾ റേഷൻ കടയിലാണ് അല്ലേ? പോസ്റ്റ് ഓഫീസിലാണ്. ഇവര് റേഷൻ കട, പോസ്റ്റ് ഓഫീസ്, വീട്, എന്ത് വേണം അല്ലേ? പക്ഷേ പുള്ളുകാർക്ക് ചില കാര്യങ്ങൾ കൂടി നമ്മളോട് പറയാനുണ്ട്. എങ്ങനെയുണ്ട് പോസ്റ്റ് ഓഫീസിലെ സേവിങ്സ് ഒക്കെ? അത് ഇപ്പൊ എത്ര ശതമാനം പലിശ ഉണ്ട്? സേവിങ്സിന് 4%. സേവിങ്സ് 4%. ഫിക്സഡ് ആണെങ്കിലോ? ഫിക്സഡ് ആണെങ്കിൽ അത് 1 ഇയർ TD 2 അങ്ങനെ പല റേറ്റ്. ഏറ്റവും കൂടുതൽ പലിശ എത്ര കിട്ടുന്നത്? 7.5 ആണല്ലേ? പോസ്റ്റ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ ഈ സമ്പാദ്യ പരിപാടിയാണെന്ന് തോന്നുന്നു അല്ലേ? കത്തൊക്കെ വരുന്നത് കുറവില്ലേ? കുഴപ്പമില്ല. സ്വാതിക്ക് കത്തയച്ചോ ഹസ്ബൻഡ്? ഇല്ല ഇല്ലേ? കത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ കത്തിന്റെ ആവശ്യമില്ല അല്ലേ? ഇപ്പം മൊബൈൽ ഫോണിലൂടെ കാര്യങ്ങൾ അയക്കാം. കത്തുകളുടെ എണ്ണം കുറഞ്ഞു. കത്തുകളുടെ എണ്ണം പോസ്റ്റ് കാർഡിൽ വരുന്ന കത്തുകളുണ്ടോ ഇവിടെ? കുറവാണ് അല്ലേ? റേഷൻ കട അരിയുണ്ടോ? അരിപ്പ് ഇല്ലേ? ഇപ്പൊ കുറവാണ്. ഇപ്പൊ വരും. അത് ഇപ്പൊ നമുക്ക് ലാസ്റ്റ് ആയിട്ടാണ് വരാം. കഴിഞ്ഞ മാസം കൂടുതലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, അപ്പൊ അത് കൊടുക്കാനുണ്ടായിരുന്നു. മസ്റ്ററിങ് സെർവർ കംപ്ലൈന്റ് കാരണം നിർത്തി വെച്ചിട്ട് ഇപ്പോഴും മസ്റ്ററിംഗ് നടക്കുന്നില്ല അല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ രാഷ്ട്രീയ കാര്യമൊന്നും ചോദിക്കുന്നില്ല, പ്രത്യേകിച്ച് നിങ്ങൾ റേഷൻ കടയും പോസ്റ്റ് ഓഫീസും ഒക്കെ ആയതുകൊണ്ട്. എങ്കിലും നിങ്ങൾ വോട്ട് ചെയ്യാനൊക്കെ വരിക. ഇവിടെ വേറെ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് ചേട്ടൻ പറഞ്ഞു. പുള്ളി ഇത്രയും വലിയ സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പുള്ളിലെ ജനങ്ങൾക്ക് ഒരു ആശങ്കയുണ്ട്. എന്താണ് ആശങ്ക? അത് ഇവിടെ ഈ പുള്ളി എന്ന് പറയുന്ന ഗ്രാമം ഒരു ദ്വീപ് പോലെ ആണ്. എന്നുവെച്ചാൽ എല്ലാ ഭാഗവും വയലുകൾ ചുറ്റപ്പെട്ട് കിടക്കും വെള്ളം. അപ്പൊ ഇതില് നിരന്തരമായ കീടനാശിനി അമിതമായിട്ട് ഉപയോഗിക്കുന്ന കാരണം. അതെ. ഇപ്പൊ പുല്ല് ഉണക്കി കളയാൻ വരെ കീടനാശിനി ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് മൂലം ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരുപാട് പേർക്ക് ക്യാൻസർ എന്നുള്ള മാർഗവ്യാധി ഇപ്പൊ ഉണ്ട്. അതിനെതിരെ ചെറിയ അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ എൻഡോസൾഫാൻ പോലെയുള്ള ഒരു ബാധിത മേഖലയായിട്ട് മാറാം എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. പക്ഷെ ഇതുവരെ അത് ശാസ്ത്രീയമായിട്ടുള്ള പഠനമൊന്നും നടന്നിട്ടില്ല. പക്ഷെ ആശങ്കയുണ്ട് അല്ലെ? ഈ കീടനാശിനി പ്രയോഗം മനുഷ്യ ശരീരത്തിൽ എന്തെങ്കിലും ആഘാതം ഏൽപ്പിക്കുമോ എന്നൊരു ആശങ്കയുണ്ട്. തൽക്കാലം ആശങ്ക, പക്ഷെ പഠനം ആവശ്യമാണ് അല്ലേ? അപ്പം ഉഷാറാണല്ലോ ജീവിതം. അപ്പൊ ശരി തന്മയി, അവ ഗംഭീരമാക്കൂ. അപ്പം മോള് പാട്ട് പാടുവോ? പാട്ട് പാടാൻ ഒരു അവസരം തരാം. ഇത് പരീക്ഷയല്ലേ? അപ്പോൾ താങ്ക് യു സ്വാതി. നല്ല മൂവാണ്ടം വാങ്ങായിരുന്നു. നമുക്ക് അടുത്ത വീട്ടിലോട്ട് പോകാം. നമുക്ക് പുള്ളിലെ നാട്ടുകാരും കൂടി നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. നമ്മൾ വോട്ടഭ്യർത്ഥനയുമായി യാത്ര തുടരുകയാണ്. കോഫി വിത്ത് അരുൺ ഓൺ ഇലക്ഷൻ വീൽസ്. ഇനിയിപ്പോൾ നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കൂടി ഒന്ന് പോകണം. ഇന്നിപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ മോനെൻ്റെ പേരെന്താ? കുറച്ച് നേരമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. എന്താ പേര്? കനകേഷ്. ഓക്കെ. ശരി. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇന്ന് പരീക്ഷയില്ലേ? നാളെ ഉള്ളൂ അല്ലേ? ഇതുപോലുള്ള പരീക്ഷയൊക്കെ എഴുതിയോ? നന്നായിട്ട്. ഓക്കെ. പാട്ട് പാടുവോ? ഇല്ല. അപ്പോൾ ഞങ്ങൾ യാത്ര ഇങ്ങനെ തുടരുകയാണ്. ഇതാണ് പുള്ളിലുള്ള ഒരു സ്കൂളാണ്, ALP സ്കൂൾ പുള്ള് എന്നാണ്. അപ്പോൾ പുള്ളിലെ ആൾക്കാർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പ്രശ്നം വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണെന്ന് മാത്രമല്ല, ഈ കോൾപ്പാടത്തിലുള്ള കീടനാശിനികൾ വലിയ രീതിയിൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നു എന്നൊരു ആശങ്ക പുള്ളിലെ ജനങ്ങൾക്കുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി നമുക്കൊന്ന് പോയി വരാം. കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക നയങ്ങളോട് രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയാണ് കേന്ദ്ര സാമ്പത്തിക മന്ത്രി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ്റെ
ഭർത്താവായ പരകാല പ്രഭാകർ. അദ്ദേഹം പറയുന്നത്, പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: കേരളത്തോടുൾപ്പെടെ കേന്ദ്രം സാമ്പത്തിക വിവേചനം കാണിക്കുന്നുണ്ട് എന്നാണ് പരകാല പ്രഭാകർ റിപ്പോർട്ടറിനോട് പറഞ്ഞത്.